ചാടിയത്? ഇവിടെ ഞാൻ പറയുന്നതാണ് ഫൈനൽ. കൂടുതൽ തർക്കിക്കാൻ വന്നാൽ ഡിസ്ക്വാളിഫൈഡ് ആകും. ഔട്ട്. മേഡം, അവിടെ എന്താ നടക്കുന്നത് നോക്കി. മാഡം, ഫസ്റ്റ് കിട്ടേണ്ട ഞങ്ങൾക്കാ. അവിടെ കള്ളത്തരത്തിൽ അളവെടുക്കുന്നത്. മാഡത്തിനൊന്ന് ചോദിച്ചൂടെ? നിന്റെ ദേഷ്യം കറക്റ്റാണ്, പക്ഷെ പ്രകടിപ്പിക്കുന്ന ഇടം തെറ്റ്. സാർ, നിങ്ങളോട് 3 കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിക്ക്. നിങ്ങൾക്ക് കണ്ണ് കാണുന്നുണ്ടോ? 1, 2 തമ്മിലുള്ള വ്യത്യാസം അറിയോ? നിക്ക്, 3ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. സാറിന്റെ മോന് വേറൊരിടത്ത് നിമിഷം വെച്ച സാർ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട വിജയം നിങ്ങൾ വേറെ ആർക്കാണ് കൊടുക്കുന്നത്? നിർത്തണം. ആരുടെ അടുത്ത് എന്താ ചോദിക്കുന്ന ബോധമുണ്ടോ? കാണിച്ചുതരാം. ഡിസ്ക്വാളിഫൈഡ് ചെയ്യുമോടാ? ഏത് സ്കൂളാണ് നീയൊക്കെ? ആ സ്കൂൾ മൊത്തം ഡിസ്ക്വാളിഫൈ ചെയ്യും. ക്ലിയർ ഔട്ട്. ഔട്ട്. ഗെറ്റ് ഔട്ട്. എന്റെ ജീവിതം ഈ രാജ്യത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ സ്കൂൾ പുറത്താവൂടാ. യുവ പ്രതിഭകൾ എന്താണ് ടെൻഷൻ ആയിരിക്കുന്നത്? നിന്റെ ഹാർട്ട് ബീറ്റ് തോളിൽ വരെ കേൾക്കാമല്ലോ. തോറ്റു പോകുന്നുള്ള പേടിയുണ്ടാണ് സാർ. അപ്പൊ സൂപ്പർ അല്ലേടാ. ജയിക്കുന്നവനാണ് ഭയപ്പെടേണ്ടത്. നമ്മൾ തോക്കാൻ പോവല്ലേ, നമുക്കെന്തിനാടാ പേടി? നിന്റെ കണ്ടന്റ് ഞാൻ മുഴുവൻ വായിച്ചു. സൂപ്പർ ആയിട്ടുണ്ട്. 10 പീസുള്ള പൊട്ടറ്റോ ചിപ്സ് 1 രൂപയ്ക്ക് കിട്ടുമോ? അത് കളർ പാക്കറ്റിലിട്ട് പരസ്യം ചെയ്ത് 10 രൂപയ്ക്കല്ലേ അവർ വിൽക്കുന്നത്. അപ്പോ കണ്ടന്റ് 10%, പ്രസന്റേഷൻ 90%, സക്സസ് 100%. നമ്മുടെ പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ടുപോവാടാ. ആദ്യം നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു സർ. സസ്പെൻഷൻ ബോണസ്. ഇയാൾ നടത്തിയ എല്ലാ ഇവന്റ്സും വീണ്ടും നടത്തണം. ഓക്കെ സാർ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി ഒന്നും പേടിക്കാനില്ല. പോ. അനിൽകുമാർ, പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പോടാ. എന്റെ വാക്കുകൾ ഒരു കാതും കേൾക്കണമെന്നില്ല. എന്റെ വാക്കുകൾ ഒരു കാതുകളും കേൾക്കണമെന്നില്ല. എന്റെ പ്രവൃത്തികൾ ഒരു കണ്ണുകളും കാണുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രകൃതിയോടാണ് സംസാരിക്കുന്നത്. പ്രകൃതി ശ്വാസം തരും, പ്രകൃതി ജീവിതം തരും, പ്രകൃതി സംഗീതം തരും. ഓൺ യുവർ മാർക്ക്. ഗെറ്റ് സെറ്റ്.